AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടി ഞാൻ കോവയ്ക്ക ചെറുതായി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് നോക്കിയിട്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നാളികേരമാണ് ആവശ്യമുള്ളത്. നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് നാളികേരം കൂടെ ചിരകി എടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക തോരൻ ഉണ്ടാക്കാം. അതിനു വേണ്ടി ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ചേർത്ത് കൊടുത്തു. കടുകൊന്ന് മൂത്ത് പൊട്ടി വന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക, സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്, അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അടപ്പൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്ക ആകുമ്പോൾ അത്യാവശ്യം വേവുണ്ട്. സവാളേൻ്റെ ഒന്നും പോലെ പെട്ടെന്നാണ് വെന്ത് കുഴഞ്ഞു കിട്ടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇളക്കി അടച്ചും വെച്ച് അങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ തോരനൊക്കെ ഇവിടെ ഒന്ന് വെന്ത് അതിൻ്റെ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നാളികേരം ചിരകിയതുകൂടെ ചേർത്ത് കൊടുക്കാം. നാളികേരം വേണമെന്നുണ്ടെങ്കിൽ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ മടി കൊണ്ടാണ് ചതച്ചെടുക്കാതെ ഇതുപോലെ അരിഞ്ഞ് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞതും നാളികേരം ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എനിക്കെന്തോ അതാണ് ഇഷ്ടവും. അപ്പോൾ ചതച്ച് ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്താണല്ലോ, ഒരു നാളികേരത്തിന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആവിയിലൊന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം എന്ന് തോന്നി. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിത് നാളികേരം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളികേരമൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചൊക്കെ വെച്ച് 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുത്താണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.